സംസ്ഥാനത്ത് IAS, IPS തലപ്പത്ത് സമഗ്ര അഴിച്ചുപണി ഉടൻ ഇന്ന് ചേർന്ന സിവിൽ സർവീസസ് ബോർഡ് യോഗത്തിൽ പ്രധാന കേഡർ തസ്തിക വേണമെന്ന് ഡോക്ടർ B. അശോക് ആവശ്യപ്പെട്ടു. IPS ഉദ്യോഗസ്ഥരുടെ മാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തും. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ മാറുമെന്നാണ് വിവരം. സർക്കാർ അധികാരമേറ്റ ശേഷം 6 കളക്ടർമാരെ മാറ്റിയതൊഴിച്ചാൽ മറ്റു കാര്യമായ അഴിച്ചുപണി IAS തലപ്പത്ത് നടത്തിയിരുന്നില്ല. മുൻ സർക്കാരിന്റെ താൽപര്യമുള്ള ഉദ്യോഗസ്ഥർ തന്ത്രപ്രധാന വകുപ്പുകളിൽ തുടരുന്നതിനാൽ UDF അനുകൂല ജീവനക്കാർ എതിർപ്പും അറിയിച്ചിരുന്നു. ഇതോടെയാണ് സിവിൽ സർവീസ് ബോർഡ് ഉൾപ്പെടെ ചേർന്ന് അഴിച്ചുപണി വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്. സ്ഥലം മാറ്റം സംബന്ധിച്ച താൽപര്യങ്ങൾ ഉദ്യോഗസ്ഥർ സിവിൽ സർവീസ് ബോർഡ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. പ്രധാന കേഡർ തസ്തിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട ഡോക്ടർ B. അശോക് മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റിയത് ശരിയായില്ലെന്നും ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുമായി കൊമ്പുകോർത്ത N. പ്രശാന്തിന്റെ പോസ്റ്റിംഗും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക ഈ മാസം 30-ന് വിരമിക്കുമ്പോൾ ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, ധനകാര്യ സെക്രട്ടറി KR ജ്യോതിലാൽ എന്നിവരിൽ ഒരാൾ ആ പദവിയിലെത്തും. സീനിയോറിറ്റിയിൽ മുന്നിൽ സിൻഹയാണെങ്കിലും മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനമെടുക്കുക. പോലീസ് തലപ്പത്തും ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലടക്കം മാറ്റമുണ്ടാകും. കമ്മീഷണർമാരെയും ജില്ലകളുടെ ചുമതല വഹിക്കുന്ന SP-മാരെയും അടക്കം മാറ്റും. ചില റേഞ്ചുകളിൽ DIG-മാർക്ക് അധിക ചുമതല നൽകും. വനിതാ IPS ഉദ്യോഗസ്ഥരെ ചില പ്രധാന പദവികളിലെത്തിക്കും. ബെബ്കോ CMD ചുമതലയുള്ള MR അജിത് കുമാറിനും മാറ്റമുണ്ടാകുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.